Namaste, welcome to our channel, The Wheel of Fortune 7 Tarot. നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്നറിയോ? ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സണിൽ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണിൽ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ് ഈ റിലേഷനെ കുറിച്ച് പ്രസൻ്റ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത്? ടൈം ടു ടേക്ക് ബ്രീത്ത് ഔട്ട്, surrender to the divine. Give me one card. Adjustments are required. A win-win outcome is forecast. Why here is adjustments are required? Please clarify this card, divine. I understand. Why here is surrender to the divine? Why here is surrender to the divine? Nine of Pentacles and High Priestess, bottom of the deck with the Wheel. See, പ്രസൻറ്റ് എനർജീസ് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ വ്യക്തിയുടെ എനർജീസ് നോക്കുമ്പോൾ ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ഒരു ടൈമിൽ സെൽഫ് ലവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ പറയുന്നുണ്ടാവും, ആ ഒരു വ്യക്തി സെൽഫ് ലവ് ചെയ്യുന്നത് എങ്ങനെയാണ് മാഡം? അവർ സ്പിരിച്വൽ അല്ലല്ലോ. സ്പിരിച്വൽ ആകുന്നവർ മാത്രമല്ല സെൽഫ് ലവ് ചെയ്യുന്നത്, എല്ലാവരും സെൽഫ് ലവ് ചെയ്യുന്നുണ്ടാവും. നമ്മളെ സ്നേഹിക്കുന്നതിൽ അത് സ്പിരിച്വാലിറ്റി തന്നെ ആവണം എന്നില്ല. നമുക്കെപ്പോഴും നമ്മളെ സ്നേഹിക്കാം. മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുന്നെങ്കിലും നമ്മളെ സ്നേഹിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ? അപ്പം ഈ ഒരു വ്യക്തി സെൽഫ് ലവിൻ്റെ എനർജിയിലാണ് ഈ ടൈമിലുള്ളത്. ഒരുപക്ഷെ നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി മെഡിറ്റേഷൻസും ബ്രീത്തിങ് എക്സസൈസും ഒക്കെ ചെയ്യുന്നുണ്ടാവാം. കൂടുതലായിട്ടും എനിക്ക് അങ്ങനത്തെ ഒരു എനർജീസ്, ഈ വ്യക്തി ഒത്തിരി അധികം കറങ്ങി നടക്കുന്നുണ്ട്, മൈൻഡിനെയൊക്കെ ഒന്ന് ഓക്കെ ആക്കാൻ. ഫൈൻഡ് യുവർ ഇന്നർ പീസ് എന്നുള്ളൊരു എനർജി എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. സോ ആ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നുള്ളത്. ലൈക്ക് ഈ ഒരു വ്യക്തി, ഇവർക്ക് കുറച്ച് സമാധാനം വേണം. ആ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു എനർജീസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് നെഗറ്റീവായിട്ടുള്ളൊരു എനർജികളാണ് ഇവിടെ ഉള്ളത്. എന്ന് വെച്ചാൽ ഡൗൺ ആണ് നന്നായിട്ട്. ചില സമയത്ത് ആൾക്കൊരു തോട്ട്സ് വരുന്നുണ്ടാവും. ലൈക്ക് എന്താ പറയുക, ചില ടൈമിൽ ഈ ഒരു വ്യക്തി നല്ല രീതിക്ക് ടോക്സിക് ആകുന്നുണ്ട്. എനർജീസിൽ എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലൈക്ക് ഈ ഒരു വ്യക്തി ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി നിങ്ങൾ ഈ ഒരു വ്യക്തിനെ യൂസ് ചെയ്തു, നിങ്ങൾ യൂസ് ചെയ്തു. ഇവരൊരു വിക്ടിം എനർജിയിൽ വിക്ടിം റോൾ പ്ലേ ചെയ്യുകയല്ലേ. എന്നിട്ട് നിങ്ങളിവരെ യൂസ് ചെയ്തിട്ട്, നിങ്ങൾ ഫൈനാൻഷ്യലിയും അതുപോലെ തന്നെ ഫിസിക്കലിയും ഒക്കെ നിങ്ങളിവരെ യൂസ് ചെയ്തിട്ട്, ഇവർ ഇമോഷൻസൊക്കെ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു വ്യക്തിനെ ചുമ്മാ നൈസായിട്ട് ഇട്ടിട്ട് അങ്ങ് പോയി എന്നുള്ള ഒരു എനർജിയാണ് എനിക്ക് ഈ ഒരു വ്യക്തിയുടെ. ഇവരിങ്ങനെയാണ് ചിന്തിക്കുന്നുള്ളത്. ഈ ഒരു എനർജിയിൽ ചില സമയത്ത് ഈ ഒരു വ്യക്തി എന്താ പറയുക, ഒരു നെഗറ്റീവായിട്ടുള്ളൊരു എനർജിയിൽ വിക്ടം റോള് പ്ലേ ചെയ്യാറുണ്ട്. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു വ്യക്തിയുടെ ആ ഒരു ക്യാരക്ടർ ആവാം, അല്ല അവരുടെ ഉള്ളിലുള്ള ഒരു നെഗറ്റിവിറ്റി ആവും. ഒരുപക്ഷെ നിങ്ങളങ്ങനെ ആവണം എന്നില്ല. ചിലപ്പോൾ ഈഗോ ഉള്ള ആളുകൾ എപ്പോഴും വിക്ടം റോള് പ്ലേ ചെയ്യാൻ തുടങ്ങും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള ഒരു കുറ്റബോധം അത് മറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ ഒരു എനർജീസാണ് എനിക്ക് ഈ ഒരു വ്യക്തിയുടെ ഇവിടെ കാണാൻ പറ്റുന്നത്. ലൈക്ക് എപ്പോഴും ഈ ഒരു വ്യക്തിയാണേലും പറഞ്ഞിട്ടുണ്ടാവും, എൻ്റെ ഡെസ്റ്റിനി ക്രിയേറ്റ് ചെയ്യുന്നത് ഞാനാണ്. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, എന്നോട് ഈ ചെയ്യുന്നതിനൊക്കെ കർമ്മ ഉറപ്പായിട്ടും കിട്ടും, അല്ല നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് കർമ്മ ഉറപ്പായിട്ടും കിട്ടും എന്ന് നിങ്ങൾ പറയുമ്പോൾ ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടാവും, ലൈക്ക് ഞാൻ എൻ്റെ ഓൺ ഡെസ്റ്റിനിയെ കൺട്രോൾ ചെയ്യുന്നത് ഞാനാണ് എന്നുള്ള രീതിക്ക് ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടാവാം. സോ ഈ ഒരു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് പോലെ ഈ ഒരു വ്യക്തിയുടെ ഫീലിംഗ് ലൈക്ക് നിങ്ങൾ ഒത്തിരി അധികം ഈ റിലേഷൻഷിപ്പിനെയും ഈ ഒരു വ്യക്തിയെയും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള തോട്ട്സും ഈ ഒരു വ്യക്തിക്കുണ്ട്. മനസ്സിലായോ? സോ ആ ഒരു എനർജിയും ഇവിടെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു സെപ്പറേഷൻ ഫേസ് അല്ലെങ്കിൽ ഈ ഒരു പ്രസൻറ്റ് എനർജിക്ക് റീസൺ ആണ്. എപ്പോഴും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ ഒരു വ്യക്തി വിക്ടിം റോൾ പ്ലേ ചെയ്യുന്നുണ്ടാകും. ഞാൻ എന്താ ചെയ്തത്, നീ കാരണമല്ലേ ഞാൻ പോയത്
എന്നുള്ള രീതിക്കായിരിക്കും ആൾ നിൽക്കുന്നത്. ബിക്കോസ് എനിക്കൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്, ഫൈനാണ്, പക്ഷെ നീയാണ് നെഗറ്റീവ്, നീ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തത്, നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നുണ്ടാവും, എന്നിട്ട് ആൾ വിക്ടിം ആവുന്നുണ്ടാവും. അപ്പം നിങ്ങൾ മാനിപ്പുലേഷനിൽ വന്നിട്ട് നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആ ഒരു എനർജിയിൽ നിൽക്കുന്നുണ്ടാവും. അല്ലെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ വേണ്ടത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഈ ഒരു മാനിപ്പുലേഷൻ ആണെന്ന് അറിഞ്ഞിട്ട് പോലും നിങ്ങൾ ഓക്കെ ഫൈൻ എന്നുള്ളൊരു കോംപ്രമൈസിലേക്ക് റെഡി ആവുന്നുണ്ടാവും. ഇതാണ് ഇവിടെ മെയിനായിട്ട് നിങ്ങളുടെ റിലേഷനിൽ നടക്കുന്നുള്ളത്. ഇനിയിപ്പം ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇവർ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് എങ്ങനെ എന്നുള്ള രീതിക്ക് ആളിങ്ങനെ ഓരോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടൈമിൽ. ഇവർക്ക് നിങ്ങളുടെ അടുത്ത് വരണം, കാരണം വെച്ചാൽ ഇവർക്ക് നല്ല രീതിക്ക് ഒരു ഒബ്സഷൻ ഉണ്ട്. ആ ഒരു ഒബ്സഷൻ ഇവർ നിങ്ങളുടെ അടുത്തുനിന്ന് ഹൈഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നുള്ളത്. അപ്പം ഇവർക്ക് എങ്ങനെയും നിങ്ങളുടെ അടുത്തേക്ക് വരണം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻ്റെ ഈ ഒരു പ്രസൻറ്റ് എനർജിയിൽ ആൾ വിചാരിക്കുന്നത് ഞാൻ ഒരു തരത്തിലും ഒരു ആക്ഷനും എടുക്കാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി, എൻ്റെ പാർട്ട്ണർ എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി എന്നുള്ളൊരു തോട്ട്സാണ് ആൾക്ക്. ആൾ അഫോർഡ് എടുക്കാൻ തയ്യാറല്ല, പക്ഷെ എങ്ങനെയെങ്കിലും നിങ്ങൾ അവരുടെ അടുത്തേക്ക് ചെല്ലണം. എന്നിട്ടും നിങ്ങൾ വരുന്ന ടൈമിൽ അവർക്ക് അവരുടെ ഈഗോയും പോകാൻ പാടില്ല, ഈഗോയും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. മനസ്സിലായോ? ഇങ്ങനത്തെ ഒരു എനർജീസാണ് എനിക്ക് ഒരു വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നുള്ളത് ഇവിടെ. ഇവരുടെ ഒരു ഇൻഡ്യൂഷനും ഇവരെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഇവരുടെ സോൾ എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ ഒരു പക്ഷേ ഈ ഒരു വ്യക്തി സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുണ്ടാകും. സ്പിരിച്വൽ അവേക്കനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫേസ് ആയിരിക്കാം ഈ ഒരു വ്യക്തിയുടെ. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഇവരുടെ ഇൻഡ്യൂഷൻ പറയുന്നത് പോലത്തെ ഇവർക്ക് ഒരു പക്ഷേ ഇവർക്ക് നിങ്ങളുടെ ഡ്രീംസ് വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ സൈൻസും സിമ്പിൾസും ഒക്കെ റീസെൻ്റ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തിക്ക് വരുന്നുണ്ടാവാം, നിങ്ങൾക്കും അതുപോലെ തന്നെ വരുന്നുണ്ടാവാം. പക്ഷേ ഈ ഒരു ഈ ഒരു വ്യക്തിക്ക് അതിനെക്കുറിച്ചിട്ടൊരു നോളജ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു ടൈമിൽ ആൾ സ്പിരിച്വൽ സയൻസിനെ കുറിച്ച് സയൻസിൽ അറ്റൻഷൻ കൊടുക്കാറുണ്ടാവാം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ടൊരു റിയലൈസേഷൻസ് അങ്ങനെയൊക്കെ ഈ ഒരു വ്യക്തിക്ക് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. എന്ന് വെച്ചാൽ 100% അവേക്കനിങ് എന്നല്ല, ഒരു 1-2% ഒക്കെ അല്ലെങ്കിൽ ഒരു 50% ഒക്കെ ഈ ഒരു വ്യക്തിക്ക് ഒരു തോട്ട്സ് അല്ലെങ്കിൽ അവരുടെ ഒരു അവേക്കനിങ് ഫേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ സെൻസ് ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുള്ളത്. വരുവാണെന്നുണ്ടെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടി വരണം എന്നാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ, എത്രയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താലും ഈ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് വേണം, നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഡേ ബൈ ഡേ ഗ്രോ ചെയ്യണം എന്നാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുള്ളത്. ഓക്കെ, ഈ ഒരു എനർജിയാണ് ഈ ഒരു വ്യക്തിക്കുള്ളത്. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വ്യക്തി ഇങ്ങനെ തല പുകഞ്ഞ് ആലോചിച്ചുകൊണ്ട് ഈ ഒരു ടൈമിൽ ഇരിക്കുന്നുള്ളത്. കാരണം വെച്ചാൽ ഇവർക്ക് എങ്ങനെയാണെങ്കിലും എന്ത് വില കൊടുത്തും ഇതിലൊരു റീകൺസിലേഷൻ ആവശ്യമാണ്. അതിന് ഒത്തിരി അധികം പ്രേയേഴ്സും ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നുണ്ടാവും നിങ്ങൾ തിരിച്ച് ഇവരുടെ അടുത്തേക്ക് വരാനായിട്ട്. അവരൊന്നും ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഇവരുടെ അടുത്തേക്ക് വരണം എന്നുള്ള രീതിക്ക് ഈ ഒരു വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളെല്ലാം നന്നായിട്ട് പ്രേയേഴ്സ് ചെയ്യുന്നുണ്ടാവും, നന്നായിട്ട് ഏതെങ്കിലുമൊക്കെ അമ്പലങ്ങളിലൊക്കെ പോയി പ്രെയർ ചെയ്യുന്നുണ്ടാവാം, സ്പിരിച്വൽ പ്ലേസസിൽ പോയി പ്രെയർ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഫുൾ 24/7 അത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. ആ ഒരു എനർജീസ് എനിക്കിവിടെ സെൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ റീകൺസിലേഷൻ ആവാനായിട്ടുള്ള ചാൻസസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഇവർക്ക് വല്ലാത്തൊരു ഇൻറ്റൻസ് ആയിട്ടുള്ള ലെവലിൽ ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി ഓക്കെ നീ പറയുന്നതിനെല്ലാം നീ പറയുന്ന എല്ലാ കണ്ടീഷൻസും എനിക്ക് അക്സെപ്റ്റബിൾ ആണെന്ന് പറഞ്ഞ് ഈ ഒരു വ്യക്തി എല്ലാത്തിനും കണ്ണു മൂടി യെസ് ഒക്കെ അടിക്കാനായിട്ടുള്ള ചാൻസസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ളൊരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോഴായിരിക്കും നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നുള്ളത്. അതുപോലെ തന്നെ റീഡിങ്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യാം കേട്ടോ. താങ്ക്